ഇതെൻ്റെ തക്കാളിയുടെ സെക്കൻഡ് വിളവെടുപ്പാണ്. ഇതിപ്പോൾ എൻ്റെ പഴുത്ത ഒരു കൊലയോടെ നിൽപ്പുണ്ട്. ഇതിലിപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പാണ്. നല്ല ഓർഗാനിക്കാണ്. ചാണകവും ആട്ടുമ്പുഴുക്കെ അതൊക്കെ ഇട്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വീട്ടിലേക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാനുള്ളതെല്ലാം ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറികളൊന്നും മേടിക്കുന്നില്ല. ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ ഇതും രണ്ടാമത്തെ ഇതുണ്ട്. അപ്പോൾ ആദ്യം നട്ടതിൻ്റെ എല്ലാം ഞാൻ പറിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ഇതാണ്. ഇത് തക്കാളി നല്ല ഇതിലൂടെ വളർന്നു വരുന്നത്. തക്കാളിക്ക് അടുത്ത് പറിക്കാനുള്ള തക്കാളി എല്ലാം ആയി. ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ പയറും പാവലുമാണ്. പാവയ്ക്ക നല്ലതായിട്ട് കിട്ടി. പിന്നെ ഇത് പച്ചമുളക് നല്ലതായിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ കിട്ടുന്നുണ്ട്. പിന്നുള്ളത് വെച്ച് പയർ, നല്ല നീളമുള്ള പയറുകൾ, നല്ല വണ്ണമുണ്ട്, നീളമുണ്ട്, നല്ല നീളമുണ്ട്. നല്ല നീളവും വണ്ണവും ഒക്കെയുള്ള പയർ നല്ല ഇതായിട്ട് വളർന്നു വന്നു. വഴുതനങ്ങ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടുന്ന് മമ്മി എടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. ഇത് ചീരയായിരുന്നു. ഒരു സെക്ഷൻ പറിച്ചു കഴിഞ്ഞു. അടുത്ത ഇതിൽ നട്ടേക്കാണ്. നല്ല നീളമുള്ള പയറാണ്. പയറ് നല്ല നീളത്തിലുണ്ട്. നല്ല വണ്ണമുള്ളതും നീളമുള്ളതും നല്ല ആരോഗ്യമായിട്ടുള്ള പച്ചക്കറികളാണ് ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഓർഗാനിക് പച്ചക്കറികൾ ഇതെല്ലാം നമുക്ക് ഒരാഴ്ചത്തേക്കിനുള്ള പച്ചക്കറികളുണ്ട്. ഒരാഴ്ചത്തെ പച്ചക്കറി നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്കുള്ളത് അപ്പോഴത്തേക്കിനായി കിട്ടും. ഇതൊക്കെ ഇനി പറിക്കാനുള്ള ഈ പയറൊന്നും ഇനിയും പറിച്ചിട്ടില്ല. ഇതൊക്കെ വിളവെടുപ്പിനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ എൻ്റെ കോളിഫ്ലവറൊക്കെ ഇതൊക്കെയാണ്. ഇത് വിളവെടുക്കാനുള്ള സമയം ആയില്ല. അങ്ങനെ വെച്ചേക്കാം.